Hi dears, good morning to all. How are you? Again, I'm hoping all are fine. Okay, stay home, stay safe. How was your examination? I think all of you write it well. Okay, now we had already completed our first portions. Okay, first term chapters. Now we are entering to our second term chapters. Okay, in the first term we had already discussed about the India, our country. Okay, the physical features of India. Okay, then the northern mountains and then the northern plains. Okay, that we included already studied in the first term. Okay, now we are entering to our second term. Okay, we are ready. We have already completed our three chapters in first term. Now we are entering to the fourth chapter in the second term. Okay, all of you take page number 220. Okay, name of chapter is The Great Indian Desert. That the fourth physical feature of our country, India. Okay, name is The Great Indian Desert. Okay, നമ്മൾ ഒന്നാമത്തെ ടേമിലെ 3 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തു. നൗ വി ആർ എൻറ്ററിങ് ടു ദ സെക്കൻഡ് ടേം. സെക്കൻഡ് ടേമിൽ നമുക്ക് 3 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. അതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട്. ഓക്കെ, എല്ലാവരും പേജ് നമ്പർ 221 എടുക്കുക. സോറി, 220. Okay, let's start. Now you can see in the textbook. Let us begin. Okay, you can see a yellow column. All of you listen there. There is 3 questions for you. You must answer. First one is, which state of India is mostly covered by desert? Which state of India is mostly covered with desert? Okay, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡെസേർട്ട് കാണപ്പെടുന്ന സ്റ്റേറ്റ് ഏതാണ്? Okay, you can write in your own choice. Okay, second one, which animal is called the ship of desert? ഡെസേർട്ടിലെ ഷിപ്പ്, കപ്പൽ എന്നറിയപ്പെടുന്ന അനിമൽ ഏതാണ്? ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് ഇൻട്രൊഡക്ഷന് തന്നുള്ളൂ. ഓക്കെ, തേർഡ് വൺ, ഹൗ ഈസ് ദിസ് അനിമൽ അഡാപ്റ്റഡ് ടു ലിവിങ് ഇൻ ദിസ് ഡെസേർട്ട്? ഓക്കെ, ഇതുപോലുള്ള അനിമൽസൊക്കെ മരുഭൂമിയിൽ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഓക്കെ, മരുഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ നാട് പോലെയല്ലല്ലോ. അവിടെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. മഴ ഉണ്ടാവില്ല, അതുപോലെ തന്നെ വെജിറ്റേഷൻസ്, സസ്യങ്ങളും പ്ലാന്റ്സും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെയൊക്കെ മൃഗങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്? ഓക്കെ, അവിടുത്തെ ആ ഒരു കാലാവസ്ഥയെ പൊരുത്തപ്പെട്ടുകൊണ്ട് ഇതുപോലുള്ള ക്യാമലിനെ പോലുള്ള, ഒട്ടകത്തെ പോലുള്ള അനിമൽസൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഓക്കെ, യു വാണ്ട് ടു റൈറ്റ് ഇറ്റ്. ഇറ്റ്സ് എ ക്ലാസ് വർക്ക്, നോട്ട് എ ഹോം വർക്ക്. ഓൾ ഓഫ് യു റൈറ്റ് ഇറ്റ് നൗ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ മോസ്റ്റ്ലി കവേർഡ് വിത്ത് ഡെസേർട്ട്? ഓക്കെ, ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലാണ് ഒരുപാട് ഡെസേർട്ട്സ്, മരുഭൂമികളുള്ളത്? ഓക്കെ, സെക്കൻഡ് വൺ, വിച്ച് അനിമൽ ഈസ് കോൾഡ് ദ ഷിപ്പ് ഓഫ് ഡെസേർട്ട്? മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന അനിമൽ ഏതാണ്? ഓക്കെ, തേർഡ് വൺ, ഹൗ ഈസ് ദിസ് അനിമൽ അഡാപ്റ്റഡ് ടു ലിവിങ് ഇൻ ദ ഡെസേർട്ട്? ഇതുപോലുള്ള അല്ലെങ്കിൽ ഈ ഒരു അനിമലൊക്കെ ഡെസേർട്ടിൽ അഡാപ്റ്റ് ചെയ്യാൻ, അതായത് ജീവിക്കാൻ പൊരുത്തപ്പെട്ട് ജീവിക്കുന്നത് എങ്ങനെയാണ്? യു ക്യാൻ റൈറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. ഓക്കെ, എല്ലാവരും അവരവരുടെ വാക്കുകളിൽ എഴുതുക എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, I think all of you write it. Now we can enter to a chapter. Okay, you can see a picture of a desert. That's Thar Desert. നമ്മളിവിടെ കാണപ്പെടുന്ന ഒരു പിക്ചർ ഉണ്ട് അല്ലേ? ആ പിക്ചർ ഏതാണ്? താർ ഡെസേർട്ട്. ഏറ്റവും വലിയ മരുഭൂമിയാണ് താർ ഡെസേർട്ട്. ഓക്കെ, എ ഡെസേർട്ട് ഈസ് എ സാൻഡി ഏരിയ വിത്ത് നോട്ട് മച്ച് വെജിറ്റേഷൻ. ഡെസേർട്ട് എന്ന് പറയുന്നത് ചെറിയൊരു ഡെഫിനേഷനാണ്. മരുഭൂമി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ കാണപ്പെടുന്ന ഒരു ഭൂമി ഉണ്ട് അല്ലേ? നമ്മളൊക്കെ ഇമാജിൻ ചെയ്യുന്നില്ലേ? അതായത് മരുഭൂമി എന്ന് പറയുമ്പോൾ സിനിമയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ കണ്ട ഒരു സംഭവമല്ലേ? നമ്മളൊക്കെ മനസ്സിൽ ഓൾറെഡി മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മളൊക്കെ മനസ്സിനകത്തുണ്ട് ഇല്ലേ? യെസ്, എ ഡെസേർട്ട് ഈസ് എ സാൻഡി ഏരിയ വിത്ത് നോട്ട് മച്ച് വെജിറ്റേഷൻ. ഒരുപാട് സസ്യങ്ങളൊന്നും ഇല്ലാത്ത സാൻഡി ഏരിയ, മണ്ണുകളോട് കൂടിയ ഒരു പരന്ന പ്രദേശമാണ് എന്ത്? മരുഭൂമി അല്ലേ? സൗദി അറേബ്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എന്താ പറയുക, പോയവർക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ
ടി വിയിലും അതുപോലെ തന്നെ സിനിമയിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലേ? ഒരു മരുഭൂമി, അതായത് ഒഴിഞ്ഞ ഏരിയ ആയിരിക്കും, പരന്ന ഏരിയ, ഫുള്ള് എന്തായിരിക്കും? മണലായിരിക്കും അല്ലേ? മഴ ഉണ്ടാവുമോ? ദർ ഇസ് നോ റെയിൻഫാൾ. അതുപോലെ തന്നെ വെജിറ്റേഷൻസ്, സസ്യങ്ങളോ പ്ലാന്റ്സോ അല്ലെങ്കിൽ ട്രീസോ ഒന്നും ഉണ്ടാവില്ല. എവിടെയെങ്കിലുമൊക്കെ ചില സ്ഥലങ്ങളിൽ ഒന്നോ രണ്ടെണ്ണോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ നമ്മളെ പച്ചപ്പ്, നമ്മളവിടെ ഒരുപാട് വെജിറ്റേഷൻസ് ഉണ്ട് അല്ലേ? അതൊന്നും എവിടെ ഉണ്ടാവില്ല? മരുഭൂമിയിൽ ഉണ്ടാവില്ല. ഓക്കെ. ടു ദ സൗത്ത് വെസ്റ്റ് ഓഫ് ദി നോർത്തേൺ പ്ലെയിൻസ് ലൈസ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട്. ഓക്കെ. ടു ദ സൗത്ത് വെസ്റ്റ് ഇൻ ദ നോർത്തേൺ പ്ലെയിൻസ്. നോർത്തേൺ പ്ലെയിൻസിലെ സൗത്ത് വെസ്റ്റിലാണ് എന്തുള്ളത്? ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് ഉള്ളത്. അതായത് ആൾസോ നോൺ ആസ് താർ ഡെസേർട്ട്. ഓക്കെ. സൗത്ത് വെസ്റ്റ് ഓഫ് നോർത്തേൺ പ്ലെയിൻസ്, അവിടെയാണ് എന്തുള്ളത്? ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് ഉള്ളത്. അതായത് താർ ഡെസേർട്ട് ഉള്ളത്. ഓക്കെ. നെയിം ഓഫ് അവർ ചാപ്റ്റർ ഈസ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് ഈസ് ആൾസോ നോൺ ആസ് താർ ഡെസേർട്ട്. ഓക്കെ. അതെവിടെയാണുള്ളത്? സൗത്ത് വെസ്റ്റ് ഓഫ് നോർത്തേൺ പ്ലെയിൻസ്. ഓക്കെ. മൂന്നാമത്തെ ഫിസിക്കൽ ഫീച്ചർ ഓഫ് ഇന്ത്യ ആണ് എന്ത്? ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട്. നമ്മൾ ഇന്ത്യയെ ഒരുപാട് 5-6 തലങ്ങളിലായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ഒന്നാമത്തെ എന്തായിരുന്നു? ഫസ്റ്റ് വൺ ഈസ് നോർത്തേൺ മൗണ്ടെയിൻസ്, സെക്കൻഡ് വൺ ഈസ് നോർത്തേൺ പ്ലെയിൻസ് ആൻഡ് തേർഡ് വൺ ഈസ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട്. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? ഇത് നോർത്തേൺ പ്ലെയിൻസിൻ്റെയും താഴെയാണ്. ഏറ്റവും മുകളിൽ എന്തായിരുന്നു? നോർത്തേൺ മൗണ്ടെയിൻസ് ആയിരുന്നു. അതിൻ്റെ താഴെ എന്തായിരുന്നു? നോർത്തേൺ പ്ലെയിൻസ്. അതിൻ്റെ താഴെയാണ് എന്ത്? ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട്. രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത്, ഹരിയാന ഈ സ്റ്റേറ്റ്സിലൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ മരുഭൂമികൾ കാണപ്പെടുന്നത്. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. നൗ ദിസ് ഡെസേർട്ട് ഓക്യുപ്പൈസ് എ മേജർ പാർട്ട് ഓഫ് വെസ്റ്റേൺ രാജസ്ഥാൻ. ഓക്കെ. വെസ്റ്റേൺ രാജസ്ഥാനിലെ മേജർ പാർട്ടും എന്താണ്? ഈ താർ ഡെസേർട്ടാണ്. ഓക്കെ. നൗ on the eastern side of this desert lies one of the oldest mountain system in the world, the Aravalli Ranges. Okay, we can just underline the word Aravalli Ranges and the Thar Desert and Great Indian Desert. That's also you can underline. Okay. Now on the eastern side of desert lies one of the oldest mountain system. Aravalli Ranges is the oldest mountain system. Okay, that's located in the eastern side of this desert. Okay, Thar Desert. The eastern side of Thar Desert, there's lie the oldest mountain system. That's called Aravalli Ranges. Okay, you can just underline the Aravalli Ranges. If you have any questions like what's meant by Aravalli Ranges, you can just answer it. Okay, on the eastern side of this desert lies one of the oldest mountain system in the world, the Aravalli Ranges. Okay, now you can see another picture. Okay, you can see the desert areas. Okay, map showing the desert region of India. That's mostly covered with Rajasthan. Okay, the other states are Punjab, Gujarat and Haryana. Okay, clear? If you had any doubts, you can just asking WhatsApp. ഒന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ എന്തേ പറഞ്ഞിട്ടുള്ളൂ? മരുഭൂമികളെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മൾ ഓൾറെഡി കണ്ട കാര്യമാണ് മരുഭൂമി അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് മരുഭൂമി എന്നുള്ളത്. അത് കുറേ പറയുന്നതൊന്നും വേണ്ട. ഓക്കെ, ജസ്റ്റ് ഡെഫിനേഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് എ ഡെസേർട്ട് ഈസ് എ സാൻഡി ഏരിയ വിത്ത് നോട്ട് മച്ച് വെജിറ്റേഷൻ. ഡെസേർട്ട് എന്ന് പറയുന്നത് ഒഴിഞ്ഞ ഒരു സാൻഡി മണലൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്, ഒഴിഞ്ഞൊരു പ്രദേശമാണ്. അവിടെ എന്തില്ല? വെജിറ്റേഷൻസ് ഇല്ല, മഴയില്ല, ഒന്നുമില്ല. ഓക്കെ, ഫുൾ എന്ത് മാത്രമേ ഉള്ളൂ? വെയിൽ മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് ഡെസേർട്സ്. ഓക്കെ, പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞു വന്നു. ഓക്കെ, നെക്സ്റ്റ് we can start the next paragraph. All of you listen, page number 221. Okay, the desert regions was formed mainly because of low rainfall and heavy soil erosion in the region over many years. Okay, അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? ഡെസേർട്സ് ഉണ്ടാവുന്നത്. The desert region was formed. ഡെസേർട്ട് റീജിയൻസ് ഒക്കെ ഉണ്ടാവുന്നത്, ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്നതോ മെയിൻലി ബിക്കോസ് ഓഫ് ലോ റെയിൻഫാൾ. അവിടെ എന്തുണ്ടാവില്ല? മഴ ഉണ്ടാവില്ല. ലോ റെയിൻഫാൾ, മഴ കുറവായിരിക്കും. എന്തെങ്കിലുമൊക്കെ മഴ പെയ്യുള്ളൂ. ഇപ്പോൾ റിയാദിലും സൗദി അറേബ്യയിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അല്ലേ, കൊല്ലത്തിൽ 1-2 വട്ടം മാത്രമേ എന്തുണ്ടാവുള്ളൂ? മഴ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ മൊത്തം ഹൈ ടെമ്പറേച്ചറാണ്, പുട്ടത്തെ ചൂടാണ്. ഓക്കെ, ബിക്കോസ് ഓഫ് ലോ റെയിൻഫാൾ ആൻഡ് ഹെവി സോയിൽ എറോഷൻ. ഓക്കെ, അതുപോലെ തന്നെ സോയിൽ എറോഷൻ, മണ്ണൊലിപ്പും ഉണ്ടാവും.
ഓക്കെ, ഇൻ ദ റീജിയൻ ഓവർ മെനി ഇയേഴ്സ്, ഒരുപാട് കാലങ്ങളായിട്ട് അവിടെ അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്, ഈ മരുഭൂമികൾ ഫോം ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരുപാട് മണ്ണുകളൊക്കെ വന്നങ്ങോട്ട് കൂടുകയാണ്. ഓക്കെ, ദ ഇന്ത്യൻ ഡെസേർട്ട് ഈസ് സാൻഡി പ്ലെയിൻ. ഓക്കെ, സാൻഡി പ്ലെയിൻ ആണ്, അതായത് പ്ലെയിൻ ഏരിയ വിത്ത് സാൻഡ്സ്, അതാണ് എന്ത് ഇന്ത്യൻ ഡെസേർട്ട്. ഓക്കെ, ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് എന്ത് മരുഭൂമികൾ എന്താണെന്നുള്ളത്. എന്താണ് ഒരുപാട് മണ്ണ്, നമ്മൾ ഇവിടുന്ന് നോക്കിയാൽ അപ്പുറം ഭാഗം നമുക്ക് കാണൂല. അമ്പാട് കോളേജിന്റെ ഗ്രൗണ്ട് മാതിരിയാണ്. ഒരു ഭാഗത്ത് നിന്ന് അപ്പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ കഴിയൂല, അപ്പുറത്തെ സൈഡ് കാണാൻ കഴിയൂല. നമ്മൾ കടപ്പുറത്ത് നിന്നൊക്കെ നോക്കൂലേ, കടൽ നോക്കൂലേ, അതുപോലെയാണ് എന്ത് മരുഭൂമികൾ. ഓക്കെ, ഒരു സ്ഥലത്ത് നമ്മൾ മറ്റൊരു സ്ഥലത്തൊക്കെ നോക്കുമ്പോൾ വെറും മണലുകൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. പ്ലെയിൻ ഏരിയ ആണ്, അവിടെ മരങ്ങളോ അല്ലെങ്കിൽ മൃഗങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓൺലി പ്ലാന്റ്സ് സച്ച് ആസ് ഡേറ്റ് പാംസ്. ഓക്കെ, സൗദി അറേബ്യ പോലുള്ള ഒരുപാട് മരുഭൂമികളുടെ നാട്ടിൽ വളരുന്ന സസ്യം ഏതാണ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ട്രീ ഏതാണ്? ദാറ്റ്സ് ഡേറ്റ് പാംസ്. ഡേറ്റ് പാംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാരക്ക, കാരക്ക ഉണ്ടാവുന്ന മരം. ദാറ്റ്സ് യെസ് ഈന്തപ്പന. വെരി ഗുഡ്. നൗ തോണി ഷ്രബ്സ്, മുള്ളുള്ള കുറ്റിച്ചെടികൾ. നമ്മൾ കടപ്പുറത്ത് മരുഭൂമികളിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ഉണ്ട്, ഒരു സസ്യം ഉണ്ട് അല്ലേ, മുള്ളൊക്കെ ഉള്ള. ഓക്കെ, ആൻഡ് ക്യാക്ടസ്, കള്ളിച്ചെടി. ഓക്കെ, കീക്കർ ആൻഡ് ബാബൂൾ വിച്ച് ഡു നോട്ട് നീഡ് മച്ച് വാട്ടർ ഗ്രോ ഹിയർ. ഇവിടെ വളരെ ആവശ്യമായിട്ടുള്ള ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളത്തിൽ തന്നെ വളരുന്നതാണ് ഇതൊക്കെ. ഓക്കെ, ക്യാമൽസിനെ കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ക്യാമൽ എന്താവും, ഒട്ടകങ്ങൾ വെള്ളം ഒരുപാട് കുടിക്കും, എന്നിട്ട് പുറത്ത് സ്റ്റോർ ചെയ്ത് വെക്കൂലേ, എന്നിട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ കുടിക്കും. അതുപോലത്തെ മൃഗങ്ങളാണ്, സസ്യങ്ങളാണ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. ഡേറ്റ് പാംസ്, തോണി ഷേപ്സ്, ക്യാക്ടസ്, കീക്കർ ആൻഡ് ബാബൂൾ, ഇതൊക്കെയാണ് ഇവിടെ വളരുന്നത്. ഓക്കെ, ആസ് ദർ ഈസ് നോട്ട് മച്ച് വെജിറ്റേഷൻ ടു പ്രൊട്ടക്ട് ദ സോയിൽ ഫ്രം എറോഷൻ. അവിടെ എന്തില്ല, ഒരുപാട് വെജിറ്റേഷൻസ് ഇല്ല. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്, ദർ ഈസ് നോ വെജിറ്റേഷൻസ് ടു പ്രൊട്ടക്ട് സോയിൽ എറോഷൻ. മണ്ണൊലിപ്പ് തടയാനായിട്ട് അവിടെ വെജിറ്റേഷൻസ് ഇല്ല. നമ്മുടെ ഇവിടെയൊക്കെ എന്താണ് മണ്ണൊലിപ്പ് ഉണ്ടാവാത്തത്, കുന്നുകളൊന്നും ഇടിയാത്തത് എന്തുകൊണ്ടാണ്? അവിടെയൊക്കെ വെജിറ്റേഷൻസ്, പ്ലാന്റ്സും ട്രീസും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. പക്ഷെ അവിടെ അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തടയാൻ വേണ്ടിയിട്ട് എന്തില്ല, വെജിറ്റേഷൻസ്, പ്ലാന്റ്സോ അനിമൽസോ ഇല്ല. ഓക്കെ, നൗ so from erosion, dust storms means പൊടിക്കാറ്റ്. Okay, there is a definition: a strong wind which carries dust, soil and sand over a large area. അതാണ് ഡസ്റ്റ് സ്റ്റോംസ്, പൊടിക്കാറ്റ്. ഓക്കെ, എ സ്ട്രോങ് വിൻഡ്, ഏറ്റവും എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള കാറ്റാണ്. വിച്ച് ക്യാരീസ് ഡസ്റ്റ്, എന്തുണ്ടാവും? ഡസ്റ്റ് ഉണ്ടാവും, പൊടിപടലങ്ങൾ. സോയിൽ, മണലുണ്ടാവും. ഓക്കെ, ആൻഡ് സാൻഡ് ഓവർ എ ലാർജ് ഏരിയ. ഓക്കെ, നമ്മൾ ഇടക്കിട്ട് ഇവിടെയും എന്തുണ്ടായിട്ടുണ്ട്, ഈ ഡസ്റ്റ് സ്റ്റോംസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ആർ കോമൺ, അതുകൊണ്ടൊക്കെ തന്നെയാണ് അവിടെ ഉണ്ടാവുന്നത്. അതായത് പ്ലാന്റ്സും ഇല്ല, ഒന്നുമില്ല. അപ്പൊ എല്ലാ സമയത്തും ഈ പൊടിക്കാറ്റും മണൽക്കാറ്റും ഒക്കെ അവിടെ അടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, വെജിറ്റേഷൻസ് ഉണ്ടെങ്കിൽ ഒക്കെ ഒരു പരിധി വരെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, സ്ട്രോങ് വിൻഡ്സ് ബ്ലോ അക്രോസ് desert sweeping up sand into hills are called sand dunes. You can just underline the word sand dunes. Okay, sand dunes എന്താണെന്ന് പറയുന്നത്. ഓക്കെ, മണൽ തീരങ്ങളാണ് സാൻഡ് ഡ്യൂൺസ് ഇൻ മലയാളം. ഓക്കെ, സ്ട്രോങ് വിൻഡ്സ് ബ്ലോ അക്രോസ് ഡെസേർട്ട്. ഓക്കെ, സ്ട്രോങ് വിൻഡ്സ്, ശക്തിയായിട്ടുള്ള കാറ്റ്, മരുഭൂമികളിലൂടെ അടിക്കുന്ന ശക്തിയായിട്ടുള്ള കാറ്റ്. സ്വീപ്പിംഗ് അപ്പ് സാൻഡ് ഇൻ ടു ഹിൽസ്, മണലുകളെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്കാണ് എത്തിക്കുകയാണ്. അങ്ങനെ എന്തുണ്ടാവുകയാണ്? സാൻഡ് ട്യൂൺസ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, സാൻഡ് ട്യൂൺസ്, അതാണ് സാൻഡ് ട്യൂൺസ്. നല്ല കാറ്റ് വരുമ്പോൾ ഒരു ഭാഗത്തുണ്ടായിരുന്ന മണലുകളൊക്കെ മറ്റൊരു ഭാഗത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ഓക്കെ, അതാണ് എന്ത്? സാൻഡ് ട്യൂൺസ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? സാൻഡ് ട്യൂൺസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സ്ട്രോങ് വിൻഡ്സ് ബ്ലോ അക്രോസ് ദ ഡെസേർട്ട് സ്വീപ്പിംഗ് അപ്പ് സാൻഡ് ഇൻ ടു ഹിൽസ്. സാൻഡ് എന്താണ്? ഒരു ഭാഗത്ത് നിന്ന് അടിച്ചങ്ങോട്ട് കൊണ്ടുപോവുകയാണ് കാറ്റ്, എന്നിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയേണ്ട ഹിൽ രൂപത്തിലൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇടുകയാണ്. ഓക്കെ, ആ സ്ഥലങ്ങൾക്ക് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? സാൻഡ് ട്യൂൺസ്, മണൽ തീരങ്ങൾ. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? നെക്സ്റ്റ് വി ആർ എൻറ്ററിംഗ് ടു നെക്സ്റ്റ് paragraph. Water is scarce in desert. You have already know that water is very scarce in desert. എന്തില്ല?
മരുഭൂമികളിൽ വെള്ളമില്ല. ഉണ്ടോ? മരുഭൂമിയിൽ വെള്ളം ഉണ്ടോ? നമ്മൾ കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകേണ്ടി വരും, അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. നമുക്കിപ്പോൾ ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മുടെ സൗദി അറേബ്യയാണ്. ഓക്കെ, മരുഭൂമികളിൽ എന്തുണ്ടാവില്ല? വെള്ളം ഉണ്ടാവില്ല. ഓക്കെ, വാട്ട് ഈസ് scarce in deserts, but there are places with underground water springs. Such places are called oases. പക്ഷെ ചില സ്ഥലങ്ങളിൽ മാത്രം അവിടെ വെള്ളം കിട്ടും. ആ വെള്ളം കിട്ടുന്ന കുറച്ചൊക്കെ ഒരു പച്ചപ്പൊക്കെ അല്ലേ, വെജിറ്റേഷൻസ് ഒക്കെ എല്ലാ ഏരിയകൾക്ക് പറയുന്ന പേരാണ് എന്ത്? ഒയാസിസ്. അവിടെ എന്തുണ്ടാവും? ഒരു ചെറിയൊരു കുളത്തിലോ എന്തെങ്കിലുമൊക്കെ ഒരു ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. ഓക്കെ, ആ ഏരിയകൾക്ക് പറയുന്ന പേരാണ് എന്ത്? ഒയാസിസ്. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പഠിക്കാം. ഓക്കെ, but there are places with underground water springs in the places. Okay, such places are called oases. Okay, oasis നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി വെച്ച കാര്യമായിരിക്കും, എന്നാലും നമ്മൾ ഈ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു കാര്യമാണ് ഒയാസിസ്. മരുഭൂമികളിൽ വെള്ളം ഉണ്ടാവില്ല, പക്ഷെ ചില പ്രദേശങ്ങളിൽ മാത്രം വെള്ളം ഉണ്ടാവും. ചില സ്ഥലങ്ങളിൽ മാത്രം വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും, അണ്ടർഗ്രൗണ്ട് വാട്ടർ സ്പ്രിങ്സ് ഉള്ളതുകൊണ്ട്. ആ സ്ഥലങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത്? ദാറ്റ്സ് oasis. We can underline the word oasis. Okay, now turn to next page, and the page number 222. Okay, date plants grow in these areas and travelers rest here with their camels while journeying throughout the desert. ഡെസേർട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത്, ഒട്ടകത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ട്? ഡേറ്റ് പ്ലാംസ്, അതായത് ഈന്തപ്പനകളുടെ ചുവട്ടിലാണ് ഇവർ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക. ഓക്കെ, അവിടെ എന്ത് മാത്രമേ കാണപ്പെടുള്ളൂ? ഈന്തപ്പനകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ ഇവിടെ കാണുന്നത് പോലെ പച്ചപ്പോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന പോലത്തെ ട്രീസ് ഒന്നും എവിടെ ഉണ്ടാവില്ല? മരുഭൂമികളിൽ ഉണ്ടാവില്ല. ഈന്തപ്പനകൾ മാത്രമേ കാണുള്ളൂ. ഓക്കെ, പീപ്പിൾ യൂഷ്വലി സെറ്റിൽ ഇൻ സ്മോൾ വില്ലേജസ് അറൗണ്ട് an oasis. ഓരോ ഒയാസിസിന്റെ ഇടയിലും ആളുകൾ തിങ്ങി താമസിക്കും. ഓക്കെ, ആളുകൾ എവിടെ താമസിക്കുക? ഈ ഒയാസിസിനോട് ചുറ്റിപ്പറ്റി മാത്രമേ ഡെസേർട്ടിൽ ആളുകൾ താമസിക്കുള്ളൂ. അല്ലാത്തോട് താമസിച്ചാൽ എന്താ പ്രശ്നം? വെള്ളം ഉണ്ടാവില്ല. ഓക്കെ, ദാറ്റ്സ് വൈ ദ പീപ്പിൾ സെറ്റിൽ ഇൻ ദ ബിസൈഡ് ഒയാസിസ്. ഓക്കെ, യൂഷ്വലി സെറ്റിൽ ഇൻ സ്മോൾ വില്ലേജസ് അറൗണ്ട് ആൻ ഒയാസിസ്. ഹിയർ ദേ ഗ്രോ ക്രോപ്സ് ഓഫ് ജോവർ ആൻഡ് ബജ്ര. അവിടെ കൂടുതലായിട്ടും കാണപ്പെടുന്ന ക്രോപ്സ് ഏതൊക്കെയാണ്? ജോവർ ആൻഡ് ബജ്ര. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? നമ്മൾ ഇന്ന് ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡെസേർട്ടിന്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ, ചെറിയൊരു ബ്രീഫ് ആയിട്ടുള്ള ഒരു സംഭവം പറഞ്ഞു. ഓക്കെ, എ ഡെസേർട്ട് ഈസ് എ സാൻഡി ഏരിയ വിത്ത് നോട്ട് മച്ച് വെജിറ്റേഷൻ. ചെറിയൊരു എക്സ്പ്ലനേഷൻ, ബ്രീഫായിട്ട് നമ്മൾ എന്തിനെ കുറിച്ച് പറഞ്ഞു? ഡെസേർട്ടിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, പിന്നെ താർ ഡെസേർട്ട്, അതാണ് നമ്മളെ ചാപ്റ്ററിന്റെ പേരും. ഓക്കെ, മൂന്നാമത്തെ yes, that's the third physical feature of our country, India. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഡെസേർട്ടിൽ ഉണ്ടാവുന്ന ചെടികളും അതുപോലെ തന്നെ സസ്യങ്ങളും ഒക്കെ ഏകദേശം നമ്മൾ പറഞ്ഞു. അവിടെ വെള്ളമല്ല, വെള്ളം കാണപ്പെടുന്ന പ്രദേശങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? ഒയാസിസ്. ഓക്കെ, പിന്നെ സാൻഡ് ഡ്യൂൺസ്, അതായത് പെട്ടെന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള വിൻഡ് മണലുകളെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയിടും. അവിടെ ചെറിയൊരു ഹിൽ രൂപത്തിലാവും. അങ്ങനെ സാൻഡ് ഡ്യൂൺസ്, കടൽ തീരങ്ങൾ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഒയാസിസ്. അതുപോലെ തന്നെ ക്യാമൽസിലൊക്കെ വരുന്ന യാത്രക്കാർ എവിടെ താമസിക്കും? ഒരു റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈന്തപ്പനകളുടെ ചുവടുകൾ ഉപയോഗിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഒയാസിസിനോട് ചുറ്റിപ്പറ്റി ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. അവിടെ ആളുകൾ താമസിക്കുന്നതൊക്കെ ഒയാസിസിനോട് ചുറ്റിപ്പറ്റിയാണ്. ഓക്കെ, അവിടെ വെള്ളം ഉണ്ടാവുള്ളൂ. ഓക്കെ, അവിടെ ആളുകൾ താമസിക്കും. അതുപോലെ തന്നെ ഓരോ അവിടെ ഫാം ചെയ്യുന്ന ക്രോപ്സ് ഏതൊക്കെയായിരുന്നു? ജോവർ ആൻഡ് ബജ്ര. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഇൻ ആസ്ക് ഇൻ വാട്സ്ആപ്പ്, ഐ വിൽ ക്ലിയർ ഇറ്റ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി ആനിമൽ ലൈഫ് ഉണ്ട്, ക്ലൈമറ്റ് ഉണ്ട്, ഇറിഗേഷൻ, ഓക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ, ഇതൊക്കെ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞിട്ടുള്ളൂ ഡെസേർട്സിനെ കുറിച്ച്. ഓക്കെ, ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ഡെസേർട്സ് കാണപ്പെടുന്ന സ്റ്റേറ്റ്സ് ലൈക്ക് രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത്, ഹരിയാന. ഓക്കെ, ഈ താർ ഡെസേർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഡെസേർട്ട് ഇന്ത്യയിൽ 85%, പാകിസ്ഥാനിൽ 15%. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അണ്ടർസ്റ്റാൻഡ്? നൗ ഐ ആം കൺക്ലൂഡിങ് മൈ ക്ലാസ്. ഓക്കെ, ഇഫ് യു ഹാഡ് എനി ഡൗട്ട്സ് യു ക്യാൻ ജസ്റ്റ് ആസ്ക് ഇൻ വാട്സ്ആപ്പ്.
ഓക്കെ, താങ്ക് യു. അസ്സാം വലൈക്കും.